ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ 34, 35, 36 എന്നീ ശ്ലോകങ്ങളെ ആണ് ഇന്ന് സ്മരിക്കുന്നത്. ഓം ഹരനേത്രാഗ്നി സന്ദപ്തകാമ സഞ്ജീവനൌഷധീ ശ്രീമദ്വാഗ്ഭവകൂടൈക സ്വരൂപമുഖപങ്കജ കണ്ഠാദ്ധകടിപര്യന്തമധ്യഗൂഢസ്വരൂപിണീ ശക്തികൂടൈകതാപന്നകഢ്യധോഭാഗധാരിണീ മൂലമന്ത്രാത്മികാ മൂലകൂടത്രയകളേപരാ കുലാമൃതൈകരസികാ കുലസങ്കേതപാലിനീ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ആദ്യത്തെ നാമം ഹരനേത്രാഗ്നി സംദഗ്ധ കാമസഞ്ജീവന ഔഷധീ. ഹരൻ ശിവനാണ്. പരമശിവന്റെ നേത്രത്തിൽ നിന്ന് ഉദ്ഭവിച്ച അഗ്നിയിൽ ഭസ്മമായ കാമദേവനെ ജീവിപ്പിക്കുന്ന ഒറ്റമൂലികയായവൾ. ശിവന്റെ നേത്രത്തിൽ നിന്ന് ഉദ്ഭവിച്ച അഗ്നിയിൽ കാമദേവൻ ഭസ്മമായി തീർന്നു. എന്നാൽ ആ ഭസ്മത്തിൽ നിന്നും പുനരുജ്ജീവനം സംഭവിച്ചു. ആ കാമദേവൻ വീണ്ടും ഉയർന്നു വരാൻ ഇടയായത്, അതിന് കാരണക്കാരി, അതിന് വേണ്ടുന്ന ഒറ്റമൂലി അമ്മയാണ്. അതാണ് ഹരനേത്രാഗ്നി സംദഗ്ധ കാമസഞ്ജീവന ഔഷധി എന്ന് പറഞ്ഞത്. തികച്ചും തപസ്സിലേർപ്പെട്ടിരുന്ന അല്ലെങ്കിൽ തപസ്സിലാണ്ടിരുന്ന പരമേശ്വരനെ തപസ്സിൽ നിന്ന് പിന്തിരിപ്പിക്കാനായി ദേവഗണങ്ങൾ മുഴുവനും പരിശ്രമിക്കുന്നു. തീർച്ചയായിട്ടും കുമാരസംഭവം കൂടിയേ തീരൂ. അസുര നിഗ്രഹത്തിന് സുബ്രഹ്മണ്യ മൂർത്തിയുടെ അവതാരം വേണം. പരമേശ്വരപുത്രനായി ജ്ഞാനമൂർത്തിയായി ശ്രീ കുമാരൻ അവതരിച്ചേ തീരൂ. ആ സന്ദർഭത്തിൽ പരമാവധി പരിശ്രമിച്ച് പരാജയപ്പെടുകയാണ് ദേവന്മാർ. അവസാനം കാമദേവനെ സമീപിച്ചുകൊണ്ട് ഒരു കൈ ശ്രമിച്ചു നോക്കൂ എന്ന് പറയുകയാണ്. കാമദേവൻ ഭയമുണ്ട് എങ്കിൽ കൂടി ദേവകാര്യത്തിനായി പരമേശ്വരൻ്റെ തപസ് ഇളക്കാൻ വരികയാണ്. തീർച്ചയായിട്ടും പരമേശ്വരൻ്റെ ക്രോധാഗ്നിയിൽ, ആ തൃക്കണ്ണിൽ നിന്നും പ്രവഹിച്ച അഗ്നിയിൽ കാമദേവൻ തീർത്തും ചാമ്പലായി പോവുകയാണ് ചെയ്തത്. ഭസ്മമായി തീർന്നു. കാമദേവൻ്റെ പത്നി രതീദേവി അതീവ സങ്കടം കൊണ്ട് വിലപിക്കുകയാണ്. തൻ്റെ ഭർതൃ വിയോഗം കൊണ്ട്, തൻ്റെ വിധവ ഭാവത്തിൽ വേദനിച്ചുകൊണ്ട്, തൻ്റെ എല്ലാമായ കാമദേവൻ നഷ്ടപ്പെട്ടു എന്നുള്ള വ്യഥയിൽ വിലപിച്ചുകൊണ്ടിരിക്കുന്ന രതീദേവി ശ്രീ ലളിതാ പരമേശ്വരി അമ്മയുടെ കൂട്ടുകാരിയാണ്. തൻ്റെ സഖിയുടെ കണ്ണുനീര് കണ്ടപ്പോൾ, തൻ്റെ സഖിയുടെ വേദന കണ്ടപ്പോൾ മനസ്സലിഞ്ഞു ശ്രീ ലളിതാ പരമേശ്വരി. മനസ്സിലൊന്ന് ചിന്തിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ആ രതീദേവിക്ക് ഭർത്താവിൻ്റെ പുനരാഗമനം ലഭിക്കണം എന്ന ചിന്തയിൽ പരമേശ്വരനെ ഒന്ന് കടാക്ഷിച്ചു. ശ്രീ മഹാദേവി പരമേശ്വരൻ്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കി. ആ നിമിഷം പരമേശ്വരൻ ആ ചാമ്പലിലേക്ക് ഒന്ന് നോക്കുകയാണ് ചെയ്തത്. കാമദേവൻ ഭസ്മമായി കിടന്ന ആ ചാമ്പലിലേക്ക്
പരമേശ്വരൻ ഒന്ന് തൃക്കൺ പായിച്ചു. അതിന് കാരണക്കാരി ശ്രീ മഹാദേവിയാണ്. ദേവിയുടെ കടക്കൺ വീക്ഷണമാണ്, കടാക്ഷമാണ്. അങ്ങനെയാണ് അതിന് ഒറ്റമൂലികയായി പ്രവർത്തിച്ചിട്ടുള്ളത് അമ്മയാണ്. ഹരനേത്രാഗ്നി സംതക്ത കാമസഞ്ജീവന ഔഷധി. കാമൻ്റെ ജീവന് മൃതസഞ്ജീവനിയായിട്ട് നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു കിട്ടാൻ തക്ക ഔഷധം ഒറ്റമൂലിയായി വർത്തിച്ചത് ശ്രീ മഹാദേവിയാണ്. മഹാദേവിയുടെ കാരുണ്യമാണ്. തൻ്റെ സഖിയുടെ ദുഃഖനിവൃത്തിക്ക് വേണ്ടി അമ്മ അങ്ങനെ ചെയ്തതാണ്. അങ്ങനെയുള്ള ശ്രീ മഹാദേവിക്ക് നമസ്കാരം. ഹരനേത്രാഗ്നി സംതക്ത കാമസഞ്ജീവനൌഷധയേ നമ. അടുത്ത നാമം ശ്രീമദ് വാഗ്ഭവകൂടൈക സ്വരൂപമുഖ പങ്കജ. ശ്ലോകങ്ങൾ 85, 86, 87. ഈ ശ്ലോകങ്ങൾ വളരെ സൂക്ഷ്മതമമാണ്. ഇത്രയും നാമങ്ങൾ നമ്മൾ കണ്ടത് സ്ഥൂല രൂപവർണ്ണനയും സ്ഥൂല ആശയങ്ങളുടെ വർണ്ണനയുമായിരുന്നു. അമ്മയുടെ സൗന്ദര്യം നമ്മൾ കണ്ടു, അമ്മയുടെ പരാക്രമം കണ്ടു, മഹാത്മ്യം, ഇതെല്ലാം സ്ഥൂലമായ രീതിയിലാണ് നമുക്ക് പറഞ്ഞു തന്നത്. പക്ഷേ ഈ 85, 86, 87 ഇത് വളരെ ഗുഹ്യമായിട്ടുള്ള മന്ത്രങ്ങളാണ്. തീർച്ചയായിട്ടും മന്ത്രരൂപത്തിലുള്ള അമ്മയെയാണ് വർണ്ണിക്കുന്നത് എന്ന് പറയുന്നു. ഇത് അതിസൂക്ഷ്മമാണ്, ഗുഹ്യതമമാണ്. പറയാണ് ശ്രീമദ് വാഗ്ഭവകൂടൈക സ്വരൂപ മുഖപങ്കജ. അമ്മയുടെ മുഖം ശ്രീയാകുന്ന വാഗ്ഭവകൂടമെന്ന ഏകസ്വരൂപമുള്ള താമര പോലെ മുഖമുള്ളവൾ. അമ്മയുടെ മുഖവർണ്ണനയാണ് എങ്കിലും സൂക്ഷ്മ വർണ്ണനയാണ്. ശ്രീമത്തായ വാഗ്ഭവകൂടം അമ്മയുടെ മുഖമാണ് വർണ്ണിക്കുന്നത്. അമ്മയുടെ മുഖവർണ്ണന ഇതിൽ ഏകസ്വരൂപം എന്ന് പറഞ്ഞാൽ മുഖ്യസ്വരൂപം. അമ്മയുടെ മന്ത്രരൂപത്തെ 3 സൂക്ഷ്മമായി തിരിച്ച് പറയുന്നുണ്ട്. അതിൽ മുഖം വാഗ്ഭവകൂടം എന്ന കൂടമാണ്. അമ്മയുടെ ദേവിയുടെ മന്ത്രശരീരത്തിൻ്റെ വർണ്ണനയാണ്. അതിൽ ത്രികൂട എന്ന് കാണുമല്ലോ. ഇവിടെ 3 കൂടങ്ങൾ. ഒന്ന് വാഗ്ഭവകൂടം, രണ്ടാമത്തേത് മധ്യകൂടം, മൂന്നാമത്തേത് ശക്തികൂടം. ഇവിടെ വാഗ്ഭവകൂടം എന്നാണ് പറഞ്ഞത്, മുഖം. അടുത്തത് മധ്യകൂടമാണ്. അത് കഴുത്തിന് താഴെയുള്ള എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മധ്യഭാഗമാണ്. കഴുത്തിന് താഴെ കട്ടിപ്രദേശം വരെയുള്ള വർണ്ണന, സൂക്ഷ്മരൂപ വർണ്ണനയാണ്. അടുത്തത് ശക്തികൂടം. ശക്തികൂടം എന്ന് പറയുമ്പോൾ കടിപ്രദേശം മുതൽ പാദം വരെയുള്ള മന്ത്രരൂപ വർണ്ണന. ഇത് തീർച്ചയായിട്ടും ഗുരുമുഖത്ത് നിന്നാണ് ലഭിക്കേണ്ടത്. എങ്കിലും ചില സൂചനകൾ പറയുന്നു എന്ന് മാത്രം. അടുത്ത നാമം കണ്ഠാധകടി പര്യന്ത മധ്യകൂട സ്വരൂപിണി. കണ്ഠം, കഴുത്ത്, കണ്ഠാധ, അപ്പോൾ കണ്ഠത്തിന് താഴെ അരക്കെട്ട് വരെ ഉള്ള മധ്യകൂടത്തിൻ്റെ സ്വരൂപത്തോട് കൂടിയവൾ. കണ്ഠാധകടി പര്യന്തം അങ്ങനെയാണ്. കഴുത്തിന് താഴെ കടിപ്രദേശം വരെ, പര്യന്തം കടിപ്രദേശം വരെയുള്ള മന്ത്രത്തിൻ്റെ സൂക്ഷ്മവർണ്ണനയാണ് പറയുന്നത്. മധ്യകൂടത്തിൻ്റെ സ്വരൂപത്തോടു കൂടിയവൾ. ഇവിടെ പ്രപഞ്ച സൃഷ്ടിക്കുള്ള ദേവിയുടെ വ്യഗ്രതയാണ് കാണിക്കുന്നത്. ദേവി സൃഷ്ടികാരിണിയാണ്. പ്രപഞ്ച സൃഷ്ടിക്ക് ദേവിക്കുള്ള വ്യഗ്രതയാണ് ഈ മന്ത്രത്തിൽ സൂചിപ്പിക്കുന്നത് എന്ന് ആചാര്യന്മാർ പറയുന്നു.
കണ്ഠാധകടിപര്യന്ത മധ്യഗൂഢസ്വരൂപിണ്യൈ നമ. അടുത്ത നാമം ശക്തികൂടൈകതാപന്ന കഠ്യധോഭാഗധാരിണി. ശക്തികൂടൈകതാപന്ന കഠ്യധോഭാഗധാരിണി. ഈ മന്ത്രം പലരും സെറ്റായിട്ട് ഉച്ചരിക്കുന്നത് കാണാറുണ്ട്. അധോഭാഗം, കടിപ്രദേശത്തിന് താഴെയുള്ള ഭാഗം, പാദം വരെ, അത് ശ്രദ്ധിക്കേണ്ടതാണ്. ശക്തികൂടത്തോട് ഐക്യം പ്രാപിച്ച അരയ്ക്ക് കീഴുള്ള ഭാഗത്തോടു കൂടിയവൾ എന്ന് പറയാണ്. മന്ത്രത്തിൻ്റെ സൂക്ഷ്മവർണ്ണനയാണ്. ശക്തികൂടത്തോട് ഐക്യം പ്രാപിച്ച അരയ്ക്ക് കീഴുള്ള ഭാഗത്തോടു കൂടിയവൾ ശ്രീ മഹാദേവി. അതാണ് സൂക്ഷ്മരൂപ വർണ്ണനയാണ് നടക്കുന്നത്. കണ്ഠാധകടിപര്യന്ത മധ്യഗൂഢസ്വരൂപിണ്യൈ നമ. 3 ഭാവങ്ങൾ ദേവിക്ക്: ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണിയാണമ്മ. പിന്നെ 3 ഭാവങ്ങൾ പറയുകയാണെങ്കിൽ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി. 4-മത്തേത് തുരീയമാണ്, അത് അമ്മ തന്നെയാണ്. പിന്നെ ചന്ദ്രൻ, സൂര്യൻ, അഗ്നി, അങ്ങനെയുള്ള 3 ഭാവങ്ങൾ, 3 തലങ്ങളെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ദേവിയുടെ 3 കൂടങ്ങളായിട്ടുള്ള സൂക്ഷ്മ രൂപ വർണ്ണന. അങ്ങനെയുള്ള ശ്രീ മഹാദേവിക്ക് നമസ്കാരം. ശക്തികൂടൈകതാപന്ന കഠ്യധോഭാഗധാരിണ്യൈ നമ. അടുത്ത നാമം മൂലമന്ത്രാത്മിക. മൂലമന്ത്രമാകുന്ന ആത്മാവിനോട് കൂടിയവൾ. മൂലമന്ത്രമാകുന്ന ആത്മാവിനോട് കൂടിയവൾ ശ്രീ മഹാദേവി. അമ്മ എന്ന ചൈതന്യം, അമ്മ എന്ന ആത്മചൈതന്യം, അത് മൂലമന്ത്രം തന്നെയാണ് സ്വരൂപം അമ്മയുടേത്. അമ്മ മൂലമന്ത്രമാണ്. എന്താണ് മന്ത്രം? മനനാദ് ത്രായതേ ഇതി മന്ത്ര. എന്താണ് മന്ത്രം? മനനാദ് ത്രായതേ ഇതി മന്ത്ര. മനനം ചെയ്യുന്നവരെ മന്ത്രം സംസാര ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കുന്നു, മോക്ഷം നൽകുന്നു. ചതുർവിധ പുരുഷാർത്ഥങ്ങളും നൽകുന്ന മന്ത്രസ്വരൂപമാണ് അമ്മ. അപ്പോൾ ധ്യാനിക്കുക, മനനം ചെയ്യുക, അങ്ങനെ അമ്മയെ നേടാൻ സാധിക്കും എന്ന് പറയാണ്. അമ്മ മൂലമന്ത്രസ്വരൂപിണിയാണ്. മൂലമന്ത്ര ആത്മികയും അമ്മ തന്നെ. മൂലമന്ത്രാത്മികായേ നമ. അടുത്ത നാമം മൂലകൂടത്രയ കളേബര. മൂലകൂടത്രയ കളേബര. ഇവിടെയും സൂക്ഷ്മ തലമാണ്. 3 ശരീരമായിട്ടുള്ളവൾ, 3 ഭാവത്തോടു കൂടിയവൾ ദേവി. സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവും അമ്മ തന്നെയാണ്. ഈ പ്രക്രിയയിലുള്ള ചൈതന്യം അമ്മയാണ്. അങ്ങനെ 3ആയി വിളങ്ങുകയാണ്. 3 കൂടങ്ങളും കളേബരമായിട്ടുള്ളവൾ ശ്രീ മഹാദേവി. അമ്മയുടെ ശരീരത്തിന്, മന്ത്രശരീരത്തിനാണ് പറഞ്ഞത് 3 കൂടങ്ങൾ, 3 തലങ്ങൾ എന്ന്. എല്ലാറ്റിലും അമ്മ വിളങ്ങുന്നു. മൂലമന്ത്രം അമ്മയാണ്. മൂലകൂടത്രയ കളേബരായേ നമ. അടുത്ത നാമം കുളാമൃതൈക രസികായ എന്നാണ്. കുളാമൃതൈക രസിക. ഇത് സൂക്ഷ്മതമമായിട്ടുള്ള വർണ്ണന എന്ന് പറയുന്നു ആചാര്യന്മാർ. കുള എന്ന അമൃതത്തിൽ പ്രത്യേകം പ്രതിപത്തിയുള്ളവളാണ് ദേവി. കുള എന്നു പേരായ അമൃതം, ആ അമൃതത്തിൽ വളരെ പ്രതിപത്തിയാണ്, വളരെ പ്രത്യേകമായ പ്രതിപത്തിയാണ്, താല്പര്യമാണ്, ആസക്തിയാണ് അമ്മയ്ക്ക്. ഏതാണ് ഈ കുളാമൃതം? എന്താണ് ഈ അമൃത്? സർവവും ഏകമെന്ന അദ്വൈത ജ്ഞാനമാണ് കുളാമൃതം. അദ്വൈത ഭാവമാണ്. എല്ലാം ഒന്നേ ഒന്ന്.
രണ്ട് ഇല്ല, ദ്വൈതം ഇല്ല, രണ്ടില്ലാത്തത്, സർവവും ഏകമെന്ന അദ്വൈത ജ്ഞാനം കുളാമൃതം. ആ കുളാമൃതത്തിൽ അത്യധികം പ്രതിപത്തിയാണ് അമ്മയ്ക്ക്. അങ്ങനെയുള്ള അമ്മയ്ക്ക് നമസ്കാരം. പിന്നെ കുലം എന്ന് പറഞ്ഞാൽ ആചാരം എന്നും പറയുന്നു. അതൊരു പൂജാക്രമമാണ്. കുലാചാരം, കൗളാചാരം എന്ന്. അത് പൂജാക്രമമാണ്. കുണ്ടലിനി ശക്തിയുടെ ഉയർച്ചയും സഹസ്രാര പത്മത്തിലെ സമ്മേളനവും അവിടെ നടക്കുന്ന അമൃതവർഷവും ഇവിടെ ചിന്തിക്കാം എന്ന് ആചാര്യന്മാർ പറയുന്നു. അപ്പോൾ കുണ്ടലിനി ശക്തിയുടെ അടിസ്ഥാനം പറയുന്നത് മൂലാധാരത്തിലാണ്. മൂലാധാരത്തിൽ നിന്ന് നേരെ പൊന്തി സ്വാധിഷ്ഠാന ചക്രത്തിലെത്തുന്നു. സ്വാധിഷ്ഠാന ചക്രത്തിൽ നിന്ന് മണിപൂരക ചക്രത്തിലെത്തുന്നു. പൊക്കിൾ കൊടിയുടെ ഭാഗം, നാഭിയുടെ ഭാഗം. മണിപൂരക ചക്രത്തിൽ നിന്നും ഉയർന്ന് അനാഹത ചക്രത്തിലെത്തുന്നു. അനാഹത ചക്രം ഹൃദയഭാഗമാണ്. അനാഹത ചക്രത്തിൽ നിന്നും കുണ്ടലിനി ശക്തി ഉണർന്ന് വിശുദ്ധി ചക്രത്തിലെത്തുന്നു. വിശുദ്ധി ചക്രം കണ്ഠമാണ്. ആ വിശുദ്ധി ചക്രത്തിൽ നിന്നും കുണ്ടലിനി ശക്തി ഉയർന്ന് ആജ്ഞാചക്രത്തിലെത്തുന്നു. ആജ്ഞാചക്രം പുരികക്കൊടികളുടെ മധ്യത്തിൽ, ഭ്രൂമധ്യത്തിലാണ്. അവിടെ നിന്നും ഉയർന്ന് കുണ്ടലിനി ശക്തി സഹസ്രാര പത്മത്തിൽ, സഹസ്രാര ചക്രത്തിൽ എത്തുന്നു. അവിടെ 1000 ഇതളുകളുള്ള താമരപ്പൂവിൻ്റെ ഭാവത്തിൽ അവിടെ വിളങ്ങുന്ന മഹാദേവനിലേക്ക് ഈ കുണ്ടലിനി ശക്തി ഉയർന്നു ചെന്ന് സമ്മേളിക്കുകയാണ്. ആ സമ്മേളനം കൊണ്ട് അമൃതവർഷം സംഭവിക്കുന്നു. സാധകനിൽ ആനന്ദ അനുഭൂതി നിറഞ്ഞൊഴുകുകയാണ്. ശിവശക്തി സമ്മേളനം, ആനന്ദ പ്രവാഹം. അങ്ങനെയുള്ള ആ അമൃതിൽ വളരെയേറെ പ്രതിപത്തിയും താല്പര്യവും ഉള്ള ദേവി. കുളാമൃതൈക രസികായൈ നമ. അടുത്ത നാമം കുളസങ്കേതപാലിനി. കുളം, കുലം, ലായും ലായും ഭേദമില്ല എന്ന് പറയാണ്. കുലസങ്കേതം പറയാം, കുളസങ്കേതം രണ്ടും കാണുന്നുണ്ട്. കുലം എന്ന ഉപാസനാരീതി, ആ ഉപാസനാരീതിയുടെ സങ്കേതങ്ങളെ സംരക്ഷിക്കുന്നവൾ ശ്രീ മഹാദേവി. കുലം, കൗലാചാരം എന്ന ആ ഉപാസന പദ്ധതിയുടെ മാർഗത്തിൻ്റെ ഓരോരോ സങ്കേതങ്ങൾ, ഓരോരോ വിധങ്ങൾ, ഓരോരോ പടികൾ, അതിനെ വേണ്ട വിധത്തിൽ സംരക്ഷിക്കുന്നവൾ ശ്രീ മഹാദേവിയാണ്. സാധകനെ സംരക്ഷിക്കുന്നു, സാധകൻ്റെ ശരീരങ്ങളെ, ബുദ്ധിയെ സംരക്ഷിക്കുന്നു, അധപ്പതനമില്ലാതെ കാക്കുന്നു. അങ്ങനെ ആ മാർഗത്തെ തന്നെ, സങ്കേതങ്ങളെ, ഓരോരോ മാർഗവിധികളെയും സംരക്ഷിച്ചുകൊണ്ട്, പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, മുന്നേറുവാൻ സഹായിച്ചുകൊണ്ട് വർത്തിക്കുന്നു ശ്രീ മഹാദേവി. അങ്ങനെ കുളസങ്കേത പാലിനി. ഇങ്ങനെയുള്ള കൗള സമ്പ്രദായം തുടങ്ങിയത് മന്ത്രരഹസ്യങ്ങളാണ്. അതും ഗുരുമുഖത്തു നിന്നേ ശ്രവിക്കേണ്ടു. അങ്ങനെയുള്ള ശ്രീ മഹാദേവിക്ക് നമസ്കാരം. ഓം കുലസങ്കേത പാലിന്യൈ നമ. അടുത്ത നാമം കുലാംഗന. കുലാംഗന എന്ന് പറഞ്ഞാൽ ഉത്തമ കുടുംബത്തിലെ സ്ത്രീ. അതാണ് കുലത്തിൽ പിറന്ന സ്ത്രീ. ഉത്തമ കുടുംബത്തിലെ സ്ത്രീയാണ് കുലാംഗന. ഇവിടെ ഉത്തമ കുലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ ചാരിത്ര്യം, സത്യസന്ധത, ധർമ്മം എന്നിവ സൂക്ഷിച്ചുകൊണ്ടുള്ള കർമ്മനിരതമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ച്, ആദർശം ലക്ഷ്യമാക്കിയിട്ടുള്ള ജീവിതത്തെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നു. അത് ജ്ഞാനസിദ്ധന്മാർക്ക്
മാത്രം പ്രകടമാകുന്നു എന്നാണ് പറയുന്നത്. അത് ശ്രീവിദ്യയാണ്. ജ്ഞാനോപാസകന്മാർക്ക് കുളമാർഗ സാധകർക്ക് പ്രത്യേകിച്ചും ആ അമൃത് അനുഭവിക്കാൻ സാധിക്കുന്നു. ഇങ്ങനെയുള്ള ശ്രീ മഹാദേവിക്ക് നമസ്കാരം. ഓം ശ്രീ മഹാദേവേ നമഃ.